നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാൻ ഇട്ടൊക്കെയാണ്, ഹെലികോപ്റ്റർ പോകുമ്പോഴാണ് അതിൻ്റെ ശബ്ദം കേട്ടോ, അതുകൊണ്ട് ചിലപ്പോൾ വോയിസ് ക്ലിയർ ആയൊന്നും വരില്ല. എങ്കിലും കേൾക്കാൻ പറ്റും പോലെ ബാക്ക്ഗ്രൗണ്ട് ഒരു മൂളലുണ്ടാവും. വസ്ത്രയിൽ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൂടി നോക്കണമല്ലോ. അപ്പോൾ ഞാനത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിഷു കളക്ഷനായിട്ട് കൊണ്ടുവന്നതാണ്. സാരിയൊക്കെ പേടി അവർ കൊറിയർ ചെയ്ത് വച്ചിരിക്കുന്നതേ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് നമ്മുടെ വസ്ത്രയുടെ നമ്പറിൽ അയച്ച് തന്നാൽ മതി. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് ഷോപ്പ് ചെയ്യാവുന്നതാണ്. ഇത് സാരീസാണ്, ഇത് കോട്ട് സെറ്റും ചുരിദാറുമാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് കാരണം ചിലരിൽ നമ്മുടെ ലോങ് വീഡിയോസേ കാണത്തുള്ളൂ, റീൽസ് കാണത്തില്ല. ചിലർ റീൽസ് കാണും, ലോങ് വീഡിയോസ് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഇട്ട് തരാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇത് സാരീസിൻ്റെ ബണ്ടിലാണ്. ഇതെല്ലാം ഓരോന്ന് കാണിച്ചു തരാവേ. ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്, പല ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം കല്യാണി കോട്ടൺ ആണ്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തതിൽ നല്ല ഫാസ്റ്റ് മൂവിങ് സാരീസ് ആയതുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ്. ഇതൊരു പർപ്പിൾ ഷെയ്ഡ്, ഇതൊരു റെഡ് ആൻഡ് ബ്ലൂ ഷെയ്ഡ്. ഇത് മഹേശ്വരി കോട്ടൺ ആട്ടോ. ഇതൊക്കെ കല്യാണി കോട്ടൺ ആണ്. ഇതൊരു യെല്ലോ റെഡ് കളർ കോമ്പിനേഷൻ, നമ്മുടെ വസ്ത്രയിൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു കളർ കോമ്പിനേഷനാണിത്. ഇത് പിന്നെ വിഷു പ്രമാണിച്ചൊരു വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ കല്യാണി കോട്ടൺ. പിന്നെ ഇത് എപ്പോഴത്തെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ. ഇത് യെല്ലോ ബ്ലാക്ക് കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഡിമാൻഡ് ഉണ്ടായിരുന്നൊരു സാരി. പിന്നെ ഇത് ബ്ലാക്കിലൊക്കെ ഭയങ്കര ഡിമാൻഡ് ആട്ടോ. ബ്ലാക്കിൽ കോപ്പർ കളർ ഷെയ്ഡ് വരുന്നതാണിത്. പിന്നെ ഇത് റെഡ് ആൻഡ് സിൽവർ സെറി വർക്കിൽ വരുന്നതാട്ടോ. ന്യൂ ലോഞ്ചാണിത്. സിൽവർ സെറി, റെഡ് ആൻഡ് ബ്ലാക്കിൽ സിൽവർ സെറി, മറ്റേതെല്ലാം ഗോൾഡ് അല്ലേ, ഇത് കോപ്പർ ആട്ടോ. പിന്നെ ഇതും യെല്ലോ ആൻഡ് ബ്ലാക്ക് കഴിഞ്ഞതിന് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന സാരിയാണ് ഇതെല്ലാം. ഇതും ബ്ലാക്കിൽ സിൽവർ സെറി വരുന്ന സാരിയാണ്. ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ അതിൽ നോക്കാവുന്നതാണ്. ഇത് റസ്റ്റ് ഓറഞ്ച് ബ്രൗൺ, ഇതും കല്യാണി കോട്ടൺ ആണ്. ഇതും ബ്ലാക്കിൽ ഗോൾഡൻ സെറി വരുന്നത് ഓൾറെഡി നമ്മൾ നേരത്തെ കാണിച്ചു. ഇത് നേരത്തെ കാണിച്ച യെല്ലോ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്നത് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ലോങ് വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൽ പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ സാരീസ് കണ്ടല്ലോ, നമുക്കിനി കോട്ട് സെറ്റും 3 പീസ് ചുരിദാർ സെറ്റ് ഞാൻ എല്ലാം കുറച്ച് ഓർഡർ ചെയ്തിട്ടുള്ളൂ. സാരീസ് ആയാലും എല്ലാം സിംഗിൾ പീസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇനിയും 2 പാഴ്സൽ DTDCയിൽ വന്ന് ഒന്ന് പ്രൊഫഷണൽ കൊറിയേഴ്സിലും ഒന്ന് DTDCയിലും വന്ന് കിടക്കാണ്. അത് ചുരിദാർ സെറ്റ് ഉണ്ട്. പിന്നെ സുങ്കുടി സാരീസ് ഞാൻ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. എല്ലാം വന്നിട്ടുണ്ട്, പക്ഷേ എനിക്കതിന് പോയി എടുക്കാനുള്ള സമയം ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ അൺബോക്സ് ചെയ്യാം. ഉള്ളതിന് അൺബോക്സ് ചെയ്യാം. ആവശ്യമുള്ളവർ നമ്മുടെ വസ്ത്രയുടെ പേജ് പോയി നോക്കിയിട്ടേ, അതിൽ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയിട്ട് വസ്ത്ര ഇൻസ്പയർഡ് ബൈ, ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ, അതിൽ പോയി ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ചെക്ക് ചെയ്താൽ മതി. അതിലൊക്കെ ഞാൻ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. വസ്ത്രയുടെ ഇതിലാട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ അറിയാം. എനിക്കിട്ട് ഫോട്ടോസ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും അതിൽ വേറൊരു മോഡൽസ് ഇട്ടിരിക്കുന്ന ഫോട്ടോസ് ഞാൻ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡീലേഴ്സ് അയച്ചു തന്ന ഫോട്ടോസ് ഞാൻ അതിലിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണേ. സോ ഇതിൻ്റെ എല്ലാം ഒരു പീസ് ഞാൻ കാണിച്ചു തരാവേ. ഇത് കോട്ട് സെറ്റാണ്. ഒരു റെഡും പിങ്കും കൂടി മിക്സായ കളറും അതിൻ്റെ പാൻസും കേട്ടോ. ഇത് ഒരു ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഇതിൽ കണ്ടിട്ട് ചോദിക്കൂ, ഞാൻ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ചോദിക്കൂ, ഞാൻ ഡീറ്റെയിൽസ് അതിൽ പറഞ്ഞു തരാം. ഇതൊരു കലങ്കാരി ഡിസൈനിൽ വരുന്നതാണ്. ഇത് M to XXL വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ പാൻസ് ആയിട്ട് വരുന്നത്. എനിക്കിപ്പോൾ വീഡിയോ എടുത്ത് തരാനും ആരുമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുക്കുന്നത്. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതിയേ. അടുത്ത് ഇതൊക്കെയാണ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ കലങ്കാരി പാറ്റേണിൽ വരുന്ന അതിൻ്റെ തന്നെ വേറൊരു ബ്ലാക്ക് നമുക്ക് അവൈലബിൾ ആട്ടോ. M to XXL വരെയാണ് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ പാൻസ് വരുന്നത്. ഓക്കെ, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും തിരക്കെല്ലാം മാറിയ ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഇടും. അതിന് മുന്നേ ഇപ്പോൾ തന്നെ ഓൾറെഡി കോട്ട് സെറ്റ്സ് കുറച്ച് നമുക്ക് സെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ പോകുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഉള്ള പീസുകൾ ഞാൻ ഫ്രീ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരുവാണ്. വിഷുവൊക്കെ വരികയല്ലേ, ഞാൻ ഇനി താമസിച്ചിരുന്നാലും നിങ്ങൾക്കത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് 3 പീസാട്ടോ, ചുരിദാർ സെറ്റാണ്. അതിൻ്റെ ടോപ്പ് യെല്ലോ, മസ്റ്റാർഡ് യെല്ലോ കേട്ടോ, പാൻസ്,
ആൻഡ് ഷോളിലൊക്കെ ഈ ഒരു സെയിം ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഷോളായിട്ട് വരുന്നത്, ഡിസൈനൊക്കെ വരുന്നുണ്ടേ. ദെൻ അടുത്തേതാണ്, അടുത്തും ഒരു 2 പീസ് സെറ്റാണെന്ന് തോന്നുന്നു. അല്ല, അതും 3 പീസ്. ഈ യെല്ലോയുടെ തന്നെ റെഡ് കളറാണ്, ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. സെയിം തന്നെയാണ്, കളർ ചേഞ്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ. യെസ്, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ തന്നെ റസ്റ്റ് ഓറഞ്ച് ആണ്, സെയിം ആണ് കളർ. ഇതിൻ്റെ ഫോട്ടോസൊക്കെ വേറെ മോഡൽസിൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. വാട്സപ്പിൽ വന്നാൽ മതി, ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം. റസ്റ്റ് ഓറഞ്ച് ആണ്, സെയിം തന്നെയാണ്. 3 പീസ് ഷോളെല്ലാം ഉണ്ട്. ഇതൊരു കോട്ട് സെറ്റാട്ടോ, ഒരു പാൻസ് ടോപ്പും വരുന്ന കോട്ട് സെറ്റാണ്. കോളർ നെക്കൊക്കെ വരുന്ന ഒരു കോട്ട് സെറ്റ്, അതിൻ്റെ പാൻസ് ആട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വസ്ത്രയിൽ ന്യൂ ലോഞ്ച് ആയിട്ടുള്ളത്. വേണമെങ്കിൽ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ ബാക്കി പറഞ്ഞു തരാം. അറിയാമല്ലോ, എൻ്റെ തിരക്കറിയാമല്ലോ, ചീമൊക്കെ ഹോസ്പിറ്റലാണ്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കൊറിയേഴ്സ് ഇനിയും വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ കാണിച്ചത്. ഇതിലേതെങ്കിലും ഇഷ്ടമായതുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് ഞാൻ അല്ലാതെ ഇട്ടുതരാം, വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഇന്നലെ ഞാൻ വാഷ് ചെയ്തിട്ടതാണ്, വാഷിംഗ് മെഷീനിൽ ഇട്ടത് കൊണ്ട് ഒരു 80% അത് ഡ്രൈ ആയില്ലേ വരുന്നത്. ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. എല്ലാം വാഷ് ചെയ്ത് ഉണക്കി 2-3 ഇന്നലെയൊക്കെ ഇട്ടിരുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. ഇന്നലെ മെനിങ്ങാൻ നോക്കി ഇട്ടത്. ഇന്ന് മിക്കവാറും വീട്ടിൽ പോകാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, നനച്ചില്ലെങ്കിലും. അഥവാ പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി അവിടെ മുഷിഞ്ഞ് അങ്ങനെ കിടക്കായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ എടുത്തിട്ട് വന്നത്. അങ്ങനെ അതെല്ലാം കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. അഥവാ ഇനി 2 ദിവസം കൂടി കിടക്കണമെന്ന് പറഞ്ഞാലും തുണികൾ കഴുകി ഉണക്കിയിട്ടുണ്ട്. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് എനിക്ക് കുറച്ച് കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു. കൊറിയർ എല്ലാം ചെയ്ത ശേഷം ഓൾറെഡി ഞാൻ വന്ന പ്രോഡക്റ്റ്സ് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഇട്ട് അതിൽ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൊറിയറെല്ലാം ചെയ്ത ശേഷം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോകുമ്പോഴേക്കും ഞാൻ നമ്മുടെ മങ്കാട്ടടവിലുള്ള ചേട്ടൻ്റെ കടയിൽ, സന്തോഷ് ചേട്ടൻ്റെ കടയിൽ കയറി ദോശയും വടയൊക്കെ കഴിക്കുകയാണ്. ദോശ രസവടയൊന്നും ഇല്ല കേട്ടോ, ഉഴുന്ന് വട, ഓംലെറ്റൊക്കെ കഴിക്കുകയാണ്. ഗ്യാസിൻ്റെ ക്ഷാമം മൂലം ഇവിടെ എങ്ങും കടകളൊക്കെ അടപ്പാണ്. പിന്നെ പെരുന്നാൾ കൂടിയായിരുന്നു കേട്ടോ, കടകളൊക്കെ കുറവായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് സന്തോഷമായിട്ട് തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ കയറി ദോശയും വടയൊക്കെ കഴിക്കുകയാണ്. ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല. ഞാനൊരു ഡോളോയും ഒരു ഒക്കാസെറ്റും ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. കാരണം ഒരു ചെറിയ കോൾഡ് ഉള്ളത് കൊണ്ട്, കുഞ്ഞും അമ്മയൊക്കെ ഉള്ളതല്ലേ, ചീമയ്ക്കെങ്ങാനും വന്നാൽ, കുഞ്ഞിനെങ്ങാനും വന്നാൽ പാടല്ലേ. അതുകൊണ്ട് നമ്മൾ ഒരു ഇത് വേണമല്ലോ എന്ന് കരുതിയിട്ട്, ഒരു പ്രിക്കോഷൻ വേണമല്ലോ എന്ന് കരുതിയിട്ട് ഇല്ലെങ്കിലും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഒന്നും കഴിക്കാണ്ട ഗുളിക കഴിച്ചത്. ഇനി എവിടെയെങ്കിലും ഞാൻ കിറങ്ങി വീഴണ്ടെന്ന് കരുതിയിട്ട് ദോശയോടെ കഴിച്ചിട്ട് പോവാം കേട്ടോ. വേദയ്ക്കാണെങ്കിൽ ഇന്നലെ രാത്രി ഫുൾ ചാവത്തിലായിരുന്നു. അപ്പോൾ അവൾ വീട്ടിൽ പഴവും പാലും തനിയെ തന്നെ ചായയും പഴവും ഒക്കെ റോസ്റ്റ് ചെയ്ത് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ദോശ വേണമെന്ന് വെച്ചപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കഴിക്കുകയാണ്. പിന്നെ പഴവും ഓംലെറ്റും പപ്പടവും വടയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രസവടയാണ് ഇതിൻ്റെ കൂടെ ടേസ്റ്റ്. പരിപ്പ് വട, ഇതിൽ രസത്തിലിട്ട ഉഴുന്ന് വട കേട്ടോ. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഇങ്ങനെ രസത്തിൽ ഉഴുന്ന് വടയും പരിപ്പ് വടയൊക്കെ ഇട്ട് കിട്ടും. അങ്ങനെ ഒരു ദോശ മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. കഴിച്ചിട്ട് നേരെ PRS പോവാണ്. അപ്പോൾ ചീമ അഡ്മിറ്റായ അന്ന് മുതലല്ല, റൂമിൽ കൊണ്ടുവന്നതിൻ്റെ അന്ന് മുതൽ ഈ പപ്സ് അന്വേഷിച്ച് നടക്കുകയാണ്. ഈ ഏരിയയിലെങ്ങും പപ്സ് ഇല്ല. ഒരു സമയമാകുമ്പോൾ പപ്സ് കഴിയും കേട്ടോ. കറക്റ്റ് ഒരു 10-11 മണിക്ക് നമ്മൾ വന്നപ്പോഴേക്കും പപ്സ് ചൂടോടെ കൊണ്ടുവച്ചിരിക്കുന്നു. പിന്നെ അവിടെ നിന്നൊരു ചായയും കുടിച്ച് പപ്സ് എനിക്കും ആൻറ്റിക്കും സച്ചിനും ഒക്കെ പാഴ്സലും വാങ്ങിച്ച് റൂമിലേക്ക് വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ റൂമിലെത്തുന്നതിന് മുന്നേ തന്നെ സച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഡിസ്ചാർജാണ്, കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് ആവാൻ റെഡി ആയിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം കേട്ടോ. ഇനിയിപ്പോൾ എന്ത് അസുഖമാണെങ്കിലും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരു 50% നമ്മുടെ അസുഖം മാറും. ആ ഒരു വീട് അറ്റ്മോസ്ഫിയറൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷത്തിലാണ്, വീട്ടിൽ പോണ സന്തോഷത്തിൽ. ഇതിനിടയ്ക്ക് ഞാനും സച്ചിനും ചെയ്തൊരു പണി നിങ്ങൾക്ക് കാണണം. സച്ചിൻ ഓൾറെഡി ഇയർ പിയേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്ക് ഇയർ പിയേഴ്സിങ് ചെയ്യുമ്പോൾ സച്ചിൻ വീണ്ടും ഒന്നുകൂടെ അതിൻ്റെ തൊട്ട് മുകളിൽ ചെയ്യണം. ശ്രീകുട്ടിയെ കമ്മലൊന്ന് ഊരി തരുമോ, ഊരാൻ പറ്റുമെങ്കിൽ ഊരിയാൽ മതി, ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളതെന്ന്. എന്താന്ന് പറഞ്ഞിട്ട് ഊരിയങ്ങ് കൊടുത്തു കേട്ടോ. അതിപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആ സാധനം അതിനകത്തേക്ക് കയറുന്നില്ല. കാരണം അത് തിന്നായിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. അതിൻ്റെ എഡ്ജിൽ കുറച്ച് കനമുള്ള ഒരു സാധനമുണ്ട്, അതാണെന്ന് തോന്നുന്നു, അത് കയറുന്നില്ല. അമ്മ നോക്കി, ചീമ നോക്കി, വേദ നോക്കി, അവസാനം സച്ചിൻ്റെ തന്നെ കൊടുത്ത്, സച്ചിൻ്റെ ഇത് എങ്ങനെയെങ്കിലും പറ്റുമെന്ന് നോക്കുക. അവിടെ
സച്ചിനെ കൊണ്ടും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങ് കുത്തി ഇറങ്ങി എന്തെങ്കിലും അങ്ങ് ചെയ്യും, വേദനിച്ചാലും കുഴപ്പമില്ല, ഇനി എനിക്ക് ഒന്നുകൂടെ കുത്താനായിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഒരു നീണ്ട അരമണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം കുറേ ബ്ലഡൊക്കെ വന്നിട്ട് അതിനെങ്ങനെയൊക്കെയോ കുത്തി കയറ്റി കേട്ടോ. വെറുതെ ഇരുന്ന കമ്മലാണ്, നമ്മളെ കൊഴുപ്പിനെ അതിനെ ഊരിയെടുത്ത് പണി കിട്ടിയതാട്ടോ. പിന്നെ അത് തൊടത്തില്ല, അത് അങ്ങനെയോടെ വെച്ചിരിക്കുക. കുറേ വേദനയൊക്കെ എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞിരുന്നപ്പോഴേക്കും ഗസ്റ്റൊക്കെ കുഞ്ഞുവാവെ കാണാനായിട്ട് വരികയാണ് എല്ലാവരും. അതുപോലെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞാനേ നൂലുകെട്ടിന് സാരി ഉടുക്കണോ ചുരിദാർ ഇടണോ? ഞാൻ ആകെ കൺഫ്യൂഷനിലാട്ടോ. സാരി ഉടുക്കണോ സാരി നമ്മുടെ വസ്ത്രയിൽ നിറയെ രൂപമുണ്ടല്ലേ, ഏതെങ്കിലും ഒന്ന് ഉടുത്താൽ പോരെ. പിന്നെ ചുരിദാർ ഇടണോ? ചുരിദാർ ഇട്ടാൽ നമ്മുടെ ഫംഗ്ഷന് സാരി ഉടുക്കുന്നതല്ലേ ഭംഗി എന്നൊക്കെ ഒരു കൺഫ്യൂഷനാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ, ചുരിദാർ ഇടണോ സാരി ഉടുക്കണോ എന്നുള്ളത്. നമുക്ക് ഭൂരിപക്ഷം നോക്കി നമുക്ക് ചൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു സാരിയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന്. പിന്നെ അതും വലിച്ചഴിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ചുരിദാറാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. പക്ഷേ സാരി ഡ്രേപ്പ് ചെയ്യുന്നവർ ഡ്രേപ്പ് ചെയ്ത് തന്നാൽ അത് ഒതുങ്ങി അവിടെ ഇരിക്കും കേട്ടോ. അതൊരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിപ്പോൾ 2 പ്രാവശ്യം ആ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്, അവരാണ് ഉടുത്ത് തരുന്നതെങ്കിൽ അത് നല്ല കംഫർട്ടബിളാണ്. നമുക്ക് നോക്കാമല്ലേ, നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്ത് വേണമെന്നുള്ളത്. അങ്ങനെ എല്ലാവരും ഒക്കെ വന്നു, കുഞ്ഞുവാവയൊക്കെ കണ്ടു, ഇതേ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് തന്നു. എല്ലാ കാര്യങ്ങളൊക്കെ ക്ലിയർ എല്ലാം ചോദിച്ചിട്ട് വീണ്ടും ബേബി ഓൺ ബോർഡ് സ്റ്റിക്കർ കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ PRS ഹോസ്പിറ്റലാണല്ലോ ചീമയുടെ ഡെലിവറി കഴിഞ്ഞത്. ബിനീത ഡോക്ടറായിരുന്നു. അപ്പോൾ ഞാനൊന്ന് എല്ലാവർക്കും പറയാം കേട്ടോ, വീണ്ടും വീണ്ടും ആരാ ഡോക്ടർ എന്നൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടാവില്ല, ചോദിക്കും. ഇത് ചിത്ര ചേച്ചി ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓൾ ഇൻ ഓളാണ്, കോർഡിനേറ്ററാണ്. അപ്പോൾ ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. അധികം വീണ്ടും എനിക്ക് പറഞ്ഞില്ലെങ്കിൽ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചിത്ര ചേച്ചിയെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ PRS ഹോസ്പിറ്റലിൽ വരുന്ന തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് സംഗീത ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി ഇതാണ്. അപ്പോൾ ചേച്ചി ഇന്ന് വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ശ്രീകുട്ടിയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും. എന്നെ ഇതുവരെ വീഡിയോയിലൊന്നും കണ്ടില്ലല്ലോ. ചേച്ചി എന്തോ ബിസി ആയിരുന്നു, ഞാനും ബിസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോയിൽ ചേച്ചി കാണിക്കാൻ പറ്റില്ല. ചേച്ചി അധികം ഇങ്ങോട്ട് വന്നില്ല. ലേബർ റൂമിൻ്റെ അവിടെ വന്ന് ചീമയൊക്കെ കണ്ടിട്ട് ചീമയെ കണ്ടില്ലെന്ന് തോന്നുന്നു, ലേബർ റൂമിൻ്റെ അവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. പക്ഷേ ചിത്ര ചേച്ചി ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർഡിനേറ്ററൊക്കെ ആയതുകൊണ്ട് ഫുൾ കാര്യം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു സഹായം കേട്ടോ. അപ്പോൾ ഞങ്ങളല്ല, വേറെ ആരാണെങ്കിലും അവരങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതൊരു വലിയ ഹെൽപ്പാണ്. PRS ഹോസ്പിറ്റൽ നല്ലൊരു ഹോസ്പിറ്റലാണ്. ഡോക്ടറെ എടുത്ത് പറയണം, ഡോക്ടർ നല്ലൊരു ഡോക്ടറായിട്ടാണ്. ഞാൻ 2-3 പ്രാവശ്യം ഡോക്ടറെ കണ്ടിട്ടുള്ളൂ. ആ ഒരു ഇതിൽ തന്നെ ഡോക്ടർ നമ്മളോട് പെരുമാറുന്ന ഒരു രീതി കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ, അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഒരു ഡോക്ടർ നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ അല്ലേ. അപ്പോൾ ഡോക്ടർ അടിപൊളിയാണ്. അതേ ഈ സിസ്റ്ററൊക്കെ എന്ത് കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം കൊണ്ട് സിസ്റ്റർ ഉണ്ട്, ഞാൻ ഇതുവരെ വീഡിയോ എടുത്തില്ല. അപ്പോൾ സിസ്റ്ററെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സിസ്റ്റർമാരല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് സിസ്റ്ററിനെ പറഞ്ഞ വീഡിയോ ഒക്കെ എടുപ്പിക്കാം കേട്ടോ. ചിലരുണ്ട് കേട്ടോ ഭയങ്കര ഹാർഷായിരിക്കും, നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചിലർ ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കായപ്പോൾ നമ്മൾ ബില്ലെല്ലാം സെറ്റിൽ ചെയ്തിട്ട് ഇറങ്ങുകയാണ്. ഇന്നലെ ഓൾറെഡി ചീമ ഡിസ്ചാർജ് ആയിരുന്നു. ഇന്ന് ബേബിക്ക് എല്ലോ കൂടുതലാണോ എന്നറിയാൻ വേണ്ടി ഇന്നലെ 48 hours എന്തോ വേണമായിരുന്നു. അപ്പോൾ ഇന്നലെ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് മോർണിംഗ് ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് ഇറങ്ങുകയാണ്. കാറ് 3-4 ദിവസം കൊണ്ട് ഇവിടെ PRSൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ കിടക്കുകയാണ്. നല്ല ചൂടായി കിടക്കുകയാണ്. പച്ചമർക്കൊന്ന് തണുപ്പിച്ച് വെക്കാൻ നമുക്ക് ബേബിയെ കൊണ്ടുവരുമ്പോൾ ഓൺ ചെയ്ത് ഇട്ടേക്കെന്ന് പറഞ്ഞിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇട്ടേക്കാം കേട്ടോ. എന്തായാലും ഫൈനലി ബേബി നമ്മുടെ വീട് കാണാൻ പോവുകയാണ്. നമുക്കും ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. ഇനി വീട്ടിൽ പോയല്ലാതെ എല്ലാവർക്കും ഒരു സമാധാനം. അത് നമ്മൾ അവിടെ നിന്ന് എത്ര കുളിച്ച് ഫ്രഷായൊക്കെ ചെയ്താലും ചീമയൊക്കെ എന്നും കുളിക്കുന്നുണ്ട് കേട്ടോ. അന്ന് മുതൽ അവളെന്നും കുളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ പോയി കുളിച്ച് പിന്നെ ബെഡായാലും നമ്മുടെ ബെഡിൽ കിടന്ന് നമ്മുടെ ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും സുഖവും ഒന്നും നമുക്ക് വേറെ എവിടെ പോയാലും ആ ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അമ്മ ഫുൾ ടയേർഡായിട്ടോ. ചീമയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിൻ്റെ അന്ന് മുതൽ അമ്മ ഉറക്കവും ഇല്ലാണ്ട് ഫുഡും ഇല്ലാണ്ട്, ഫുഡൊക്കെ ഉണ്ട് കഴിക്കുന്നുണ്ട്. അന്ന് 2 ദിവസം കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷമൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഉറക്കവും കൂടി ഇല്ലാതെ വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് അമ്മ ആകെ കിറങ്ങി നടക്കുകയാണ്. രാത്രി ഓരോ 2 hours പാല് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഫീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ 2 hours ബേബിയെ ഉണർത്തണം, പാല് കുടിപ്പിക്കണം, വീണ്ടും ഉറക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് അമ്മ ഫുൾ ടയേർഡാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീടൂടെ കാണുമ്പോൾ ഉള്ളൊരു സുഖം അത് വേറെ. പപ്പി അച്ഛനെ ഓരോ ദിവസം മിക്കവാറും ആഴ്ചയിൽ 2-3 ദിവസം കുളിപ്പിക്കും. ഇന്നലെ കുളിപ്പിച്ചു വന്നു. അപ്പോൾ സച്ചിൻ്റെ ബുള്ളറ്റ് ഇവിടെ ഇരിക്കായിരുന്നു. അതിൻ്റെ അടിയിലൊക്കെ കയറി ഇറങ്ങിയിട്ട് വരുമ്പോൾ
കഴിയുമ്പോൾ പപ്പി കരിക്കട്ടാണൊക്കെ ആവും കേട്ടോ. അങ്ങനെ കരിക്കട്ടായിട്ട് നടക്കുന്ന പപ്പിയാണ് കണ്ടത്. അങ്ങനെ ദേ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് കുഞ്ഞിനെ അമ്മയും ചെറിയൊരു ആരതി ഒഴിഞ്ഞകത്തേക്ക് കയറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആരതിക്കുള്ള സെറ്റ് ചെയ്യണം. വിളക്കല്ല, ഇതുപോലൊരു ആരതി, എന്താ അർത്ഥമൊന്നും എന്തെന്ന് ഇവിടെ പറയുന്നത് കേട്ടോ, ഞാൻ ആരതി എന്ന് പറയാം കേട്ടോ. വെള്ളത്തിൽ ഇങ്ങനെ മഞ്ഞയും ചുണ്ണാമ്പും ഒക്കെ മിക്സ് ചെയ്തിട്ട് വിളക്കിങ്ങനെ തിരിപിടിച്ച് കത്തിക്കുന്നത്. വിളക്ക് കത്തിക്കാൻ പാടില്ല, കാരണം നമ്മൾ ഇനി കുറച്ച് ദിവസത്തേക്ക് തുടക്കം എന്ന് പറയും. ഒരു നൂലുകെട്ട് വരെ എന്തോ നമുക്ക് അമ്പലത്തിലോ ഈ വക സ്ഥലങ്ങളിലോ ഒന്നും പൊക്കൂടാ. അപ്പോൾ തൊട്ട് താഴെ നമ്മുടെ അമ്പലത്തിലെ പിടയന്നൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. വേറെ ഞാനവിടെ ഡാൻസൊക്കെ കളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് നിന്നതാണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് ചീമയുടെ ഡേറ്റ് ഇതിനെ അടുപ്പിച്ച് വരുന്നത് കൊണ്ടാണ് കളിപ്പിക്കേണ്ടതെന്ന് കരുതിയത്. പക്ഷേ അത് നന്നായി, ഇപ്പോൾ അവിടെ ഉത്സവം നടക്കുകയാണ്. കളിപ്പിക്കാനായിട്ട് ഇരുന്നിരുന്നുവെങ്കിൽ നമുക്ക് കളിപ്പിക്കാനും പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് കയറിക്കൂടാ, നൂല് കെട്ടുന്നത് വരെ. അമ്പലമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് രക്തബന്ധമുള്ള ആർക്കും ചെയ്യാൻ പാടില്ല. അമ്മ, അച്ഛൻ, ഞാൻ, വേദ, ഇപ്പം ഏട്ടനൊക്കെ കയറാം. ഏട്ടനൊന്നും രക്തബന്ധം ഉള്ളവരല്ലല്ലോ. സച്ചിൻ്റെ അമ്മ, സച്ചിൻ്റെ അച്ഛൻ, സച്ചിൻ്റെ ബ്രദർ, ഇവർക്കാർക്കും കയറിക്കൂടാ കേട്ടോ. അപ്പോൾ നമ്മുടെ ബേബിയെ വെൽക്കം ചെയ്യാം. മറ്റുള്ള എല്ലാ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീട്ടിൽ കാണുമ്പോൾ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും കേട്ടോ. നമ്മൾ സാധാരണ ആൾക്കാരാണ്. ഒരു കുഞ്ഞ് ഇങ്ങനെ ആരതി ഒഴിയണമെന്ന് പറഞ്ഞു ഒഴിഞ്ഞിട്ട് അമ്മയും കുഞ്ഞിനെയും കൂടി നമ്മുടെ വീട്ടിലേക്ക് കയറ്റുക കേട്ടോ. നമ്മുടെ ഫാമിലി ഇതേ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാമിലിയിൽ ഒരാൾ കൂടി വന്നിട്ടുണ്ട്, ഒരു കുഞ്ഞി പെണ്ണൂടെ വന്നിട്ടുണ്ട്. ഒരു കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്താലും നമുക്ക് കുഞ്ഞി പെണ്ണിനെ കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. വേദയ്ക്കൊരു കുഞ്ഞനുജത്തി വന്നു, വേദയ്ക്കൊരു കൂട്ടായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വാവയെ കൂടി കിട്ടി. സന്തോഷത്തോടെ സുഖത്തോടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ആരോഗ്യ ആയുസോടു കൂടി, എന്താ തന്നെ പറയില്ല, എനിക്കങ്ങനെയൊന്നും പറയാറിങ്ങോട്ടെങ്കിലും മനസ്സിൽ പ്രാർത്ഥനയോടുകൂടി കുഞ്ഞുവാവെ നമ്മൾ വീട്ടിൽ കയറ്റി. അങ്കിളും ആൻറ്റിയും കൂടെ വന്നായിരുന്നു കേട്ടോ. വന്ന് അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ചായയെല്ലാം പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് അവർ ചായയൊക്കെ കുടിച്ചിട്ട് പോവുക കേട്ടോ. ആൻറ്റിയും അങ്കിളും ഒക്കെ എല്ലാ ദിവസവും രാവിലെ വരും, വൈകിട്ട് പോവും. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരും ദേ വന്ന് പോയി. ഇനി അവർക്കും അവിടെ ചെന്നാലൊരു സമാധാനം ഉണ്ടാവില്ല. കുഞ്ഞിനെ കാണണം എന്നുള്ളൊരിതുണ്ടാവും. സൺഡേ വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇതുപോലെ എല്ലാവരും ഓരോ തിരക്കിൽ നിൽക്കുകയല്ലേ, അപ്പം നമുക്കും അങ്ങനെ വരാൻ പറ്റത്തില്ല. എനിക്കും വസ്ത്രയുടെ കാര്യത്തിൽ ഞാൻ ഫുൾ ബിസിയാണ്. ഇനി 2 ദിവസം നിന്നിട്ട് ഞാനും മൺഡേ അങ്ങ് പോവും. അവിടെ ചെന്ന് നിന്നാലൊരു സമാധാനം കിട്ടില്ല. കൊച്ചിനെ കാണണം എന്ന് പറഞ്ഞ് തിരിച്ച് വരാൻ തോന്നും കേട്ടോ. ആളങ്ങനെ ഉണർന്ന് കിടക്കുകയാണ്, ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കുറച്ച് സമയം ഇരിക്കും, പിന്നെ കയ്യിലെടുത്തോണ്ട് വെച്ചാൽ എത്ര സമയം വേണേലും ഇരിക്കും കേട്ടോ. താഴത്ത് കിടത്തിയാൽ കുറച്ച് സമയമേ ഇരിക്കത്തുള്ളൂ. വേദ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ നോക്കുകയാണ്. കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഗ്രൂപ്പൊക്കെ തുടങ്ങി ഫ്രണ്ട്സുമായിട്ടൊക്കെ ചാറ്റിങ്ങും ഡാൻസ് സെറ്റ് ചെയ്യലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ് നന്നായിട്ട് കളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്ലാസ്സൊക്കെ കൊടുത്തിരുത്തിയേക്കാം കേട്ടോ. കുഞ്ഞു വാവയാണെങ്കിൽ ഇത്തിരിയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വാവ ഇങ്ങനെ വെപ്പൊക്കെ കളയുമ്പോൾ തോളത്തൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ തവള കുഞ്ഞിന് പോലെ ഇങ്ങനെ മുട്ടിനെയൊക്കെ മടക്കി ഇങ്ങനെ വെച്ച് ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. വേദന നമ്മളെത്ര 13 വർഷത്തിന് മുന്നേ ഇല്ല, അതേ ഒരു ഫീൽ തന്നെയാണ് വാവയെ എടുക്കുമ്പോഴും. അത് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ, കുഞ്ഞു വാവ ഇങ്ങനെ എടുക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഫുഡെല്ലാം ഓർഡർ ചെയ്തു. കൊത്തു പൊറോട്ട, നൂഡിൽസ്, പിന്നെ പൊറോട്ട, ഗോബി മഞ്ചൂരിയനൊക്കെ വാങ്ങി. ഇപ്പം ഞാനും വേദയും ചിമ്മിക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയെങ്കിലും ഒരിടത്തും ഷവർമ്മ ഇല്ല. ഒന്നാമത് പെരുന്നാൾ, പിന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ സൊമാറ്റോ വഴി ചിമ്മിക്ക് ഷവർമ്മ ഓർഡർ ചെയ്തു. കൊത്തു പൊറോട്ടയും നൂഡിൽസും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു സച്ചിൻ. രണ്ടാമത് വീട്ടിൽ പോയി ഫ്രഷായിട്ട് വീണ്ടും വന്നു കേട്ടോ. സച്ചിനും ഒരു സമാധാനമില്ല, കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓടി വരിക കേട്ടോ. അമ്മയുടെ ഫോൺ കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയാൻ വന്നല്ലോ, ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോയി കിടന്നു. കുഞ്ഞിന് പാലൊക്കെ കൊടുത്തൊന്ന് ഉറക്കി. ആൾ പകൽ കുറച്ച് ആക്റ്റീവായിട്ട് ഇരുന്നു. ഇപ്പോൾ രാത്രി ഇനി ഉറങ്ങുന്നോ ഇല്ലയെന്ന് അറിയത്തില്ല, ഉറങ്ങുമായിരിക്കാം. കുറച്ച് ആക്റ്റീവായിട്ട് ഇരുന്നത് കൊണ്ട് ചിലപ്പോൾ രാവിലെ ഭയങ്കര ഉറക്കമായിരിക്കും, പിന്നെ രാത്രി ഉറക്കം ഉണ്ടാവില്ല. ചീമയ്ക്ക് ഫുഡ് ഇതൊക്കെ കൊടുത്തപ്പോൾ ഇതൊന്നും അവൾക്ക് ഇഷ്ടമല്ല, അവൾക്ക് ഷവർമ്മ മതി ഇറങ്ങി. പിന്നെ കുറച്ച് നൂഡിൽസ് ചീമ കഴിച്ചു കേട്ടോ. കൊത്തു പൊറോട്ടയൊക്കെ ഭയങ്കര എരിവായിരുന്നു, കഴിക്കാനൊന്നും പറ്റാത്ത എരിവായിരുന്നു കേട്ടോ. പിന്നെ കഴിച്ചു, കഴിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്. അമ്മയ്ക്ക് ഒട്ടും വയ്യായിരുന്നു ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ. എന്നിട്ട് പറഞ്ഞ് ചോറ് വേണമെങ്കിൽ കഴിക്കാൻ, കടകളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചോറിടാന്നൊക്കെ പറഞ്ഞു. പിന്നെ സാധനം കിട്ടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.